നമസ്കാരം. ഏറെ ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നു. മീനാക്ഷി പാലത്തിന് സമീപമാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. തുരങ്കപാതയ്ക്കായി നിർമ്മിച്ച കോൺക്രീറ്റ് ഭിത്തി പൂർണ്ണമായും തകർന്നു. രക്ഷാപ്രവർത്തനം നിലവിൽ പുരോഗമിക്കുകയാണ്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അശാന്തമാവുകയാണ്. ഒമാൻ തീരത്തിന് സമീപത്തുകൂടി സഞ്ചരിക്കുകയായിരുന്ന എണ്ണക്കപ്പലിന് നേരെ അജ്ഞാത വസ്തു പതിച്ച് തീപിടിച്ചതായി റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ മണ്ണിടിച്ചിൽ. മീനാക്ഷി പാലത്തിന് സമീപമാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. സ്ഥലത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായുള്ള സംശയത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനങ്ങളും പരിശോധനയും പുരോഗമിക്കുകയാണ്. വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. നിലവിൽ തുരങ്കപാതയ്ക്കായി നിർമ്മിച്ച കോൺക്രീറ്റ് ഭിത്തി പൂർണ്ണമായും തകർന്ന നിലയിലാണ്. കഴിഞ്ഞ മണിക്കൂറിലായി കനത്ത മഴയായിരുന്നു ഇവിടെ അനുഭവപ്പെട്ടിരുന്നത്. NDRF സംഘത്തോട് സംഭവസ്ഥലത്തേക്ക് പുറപ്പെടാൻ മന്ത്രി ടി സിദ്ദിഖ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഘം പുറപ്പെട്ടിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം നിലവിൽ പുരോഗമിക്കുകയാണ്. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണ് നിലവിലുള്ളത്. വാഹനങ്ങൾ അടക്കമുള്ളവ മണ്ണിനടിച്ചിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. തുരങ്കപാതയിൽ നിർമ്മാണം നടക്കുന്നതിനാൽ തൊഴിലാളികളും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന സംശയം നിലവിലുണ്ട്. നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 5 പേരെ നിലവിൽ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. തുടർച്ചയായുള്ള മഴയാണ് മണ്ണിടിച്ചിലിന് കാരണം എന്നാണ് നിലവിലെ വിലയിരുത്തൽ. ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. ഒമാൻ തീരത്തിന് സമീപത്തുകൂടി സഞ്ചരിക്കുകയായിരുന്ന എണ്ണക്കപ്പലിന് അജ്ഞാത വസ്തു പതിച്ച് തീപിടിച്ചതായി റിപ്പോർട്ട്. ഒമാനിലെ ലിമയ്ക്ക് സമീപം തെക്കോട്ട് സഞ്ചരിക്കുകയായിരുന്ന ടാങ്കറിന്റെ ഇടതുവശത്താണ് അജ്ഞാത വസ്തു പതിച്ചതെന്നും ഇതേ തുടർന്നാണ് തീ പടർന്നതെന്നും യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു. അപകടത്തിൽ ആളപായം ഉണ്ടായിട്ടില്ല. ഈ പ്രദേശത്തിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾ ജാഗ്രത പാലിക്കണമെന്ന് ഏജൻസി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അധികൃതർ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് വരികയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിന്നിരുന്ന വെടിനിർത്തൽ കരാർ അവസാനിച്ചതിന് പിന്നാലെയാണ് ഈ പുതിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇറാനാണ് ആക്രമണത്തിന് പിന്നിലെന്ന് US ആരോപിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി ഇറാനിയൻ സൈന്യം മറ്റ് 2 വാണിജ്യ കപ്പലുകൾക്ക് നേരെയും മിസൈൽ ആക്രമണം നടത്തിയതെന്നാണ് US പറയുന്നത്. ലോകത്തെ പ്രധാനപ്പെട്ട ഇന്ധന വിതരണ പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിൽ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ ആഗോള വിപണിയിൽ ആശങ്കയും അനിശ്ചിതത്വവും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പസഫിക് സമുദ്രത്തിലേക്ക് ചൈന അത്യാധുനിക ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചതായി റിപ്പോർട്ടുകൾ. അമേരിക്കയുടെ പ്രധാന ഭൂപ്രദേശത്തെ പോലും നേരിട്ട് ലക്ഷ്യം വയ്ക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ പരീക്ഷണം ചൈനയുടെ അതിവേഗത്തിലുള്ള സൈനിക നവീകരണത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഏകദേശം 40 വർഷത്തിന് ശേഷമാണ് ചൈന അന്താരാഷ്ട്ര ജലമേഖലയിലേക്ക് ഇത്തരമൊരു മിസൈൽ വിക്ഷേപിക്കുന്നത്. ചൈനയെ തങ്ങളുടെ പ്രധാന എതിരാളിയായി കാണുന്ന അമേരിക്ക ഈ പുതിയ നീക്കത്തിൽ ശക്തമായ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആണവ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിച്ച ഈ മിസൈൽ ദക്ഷിണ പസഫിക് രാജ്യമായ സോളമൻ ദ്വീപുകൾക്ക് സമീപമാണ് പതിച്ചതെന്ന് വാർത്താ ഏജൻസികൾ വ്യക്തമാക്കുന്നു. കരയിൽ നിന്ന് വിക്ഷേപിക്കുന്നതിനേക്കാൾ അപകടകരമായ രീതിയിൽ സമുദ്രത്തിനടിയിൽ നിന്ന് ദീർഘദൂര ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ ചൈനയുടെ സാധിക്കുമെന്ന് തെളിയിക്കുന്നതാണ് ഈ പരീക്ഷണമെന്നാണ് വിലയിരുത്തൽ. ചൈനയുടെ ആണവായുധ ശേഷി കൂടുതൽ കരുത്താർജിക്കുന്നതിന്റെ സൂചനയാണിത്. തങ്ങളുടെ സമുദ്ര അതിർത്തിക്ക് സമീപം നിന്നുകൊണ്ടുള്ള അമേരിക്കയുടെ വൻകരകളെ ലക്ഷ്യമിടാൻ ചൈനീസ് നാവികസേന പ്രാപ്തമാണെന്ന് ഈ നീക്കത്തിലൂടെ ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ സാധിച്ചതായി ചൈന നിരീക്ഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ അതിനിർണായകമായ പ്രതിരോധ സാമ്പത്തിക കരാറുകളിൽ ഒപ്പുവെച്ചു. ഇന്തോനേഷ്യൻ സൈന്യത്തിന് ഇന്ത്യയുടെ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകളും വായുവിൽ നിന്ന് വായുവിലേക്ക് തൊടുക്കാവുന്ന അസ്ത്ര മിസൈലുകളും നൽകാനുള്ള സുപ്രധാന കരാറുകളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനോടൊപ്പം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ വോട്ടെടുപ്പിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ മാതൃകയിൽ ഇന്തോനേഷ്യയ്ക്കായി പ്രത്യേക ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വികസിപ്പിക്കാൻ ഇന്ത്യ പിന്തുണ നൽകും. DRDO വികസിപ്പിച്ചതാണ് അസ്ത്ര മിസൈലുകൾ. ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ അസ്ത്ര മിസൈലും ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയ്റോസ്പേസ് വികസിപ്പിച്ച ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് കരാർ യാഥാർത്ഥ്യം. ആയുധ ഇടപാടിനു പുറമെ മലാക്ക കടൽ ഇടുക്കിന് സമീപം തന്ത്രപ്രധാനമായ സ്ഥാനത്തുള്ള
സബാങ്ക് തുറമുഖം ഇരു രാജ്യങ്ങളും സംയുക്തമായി വികസിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്റ്റീൽ, നിക്കൽ, അപൂർവ ധാതുക്കൾ എന്നിവയുടെ വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനായി ഇന്തോനേഷ്യയിലെ ഈ മേഖലകളിൽ ഇന്ത്യ നിക്ഷേപം നടത്താനും തീരുമാനമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത പുരസ്കാരം പ്രഖ്യാപിച്ച് ഇന്തോനേഷ്യ. വിദേശ രാജ്യങ്ങളുടെ ഭരണാധികാരികൾക്കും രാഷ്ട്ര തലവന്മാർക്കും ഇന്തോനേഷ്യ നൽകുന്ന പരമോന്നത പുരസ്കാരമായ ബിന്താങ് റിപ്പബ്ലിക് ഇന്തോനേഷ്യ അതിപൂർണ ആണ് മോദിക്ക് നൽകുക. രാജ്യത്തിന് നൽകിയ അസാധാരണമായ സംഭാവനകളെയും മികച്ച ഉഭയകക്ഷി നയതന്ത്ര ബന്ധങ്ങളെയും മുൻനിർത്തിയാണ് വിദേശ ഭരണാധികാരികൾക്ക് ഈ പുരസ്കാരം സമ്മാനിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തം ശക്തമാക്കുന്നതിലും ആഗോളതലത്തിൽ ഉഭയകക്ഷി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ നേതൃത്വപരമായ സംഭാവനകളെ മാനിച്ചാണ് ഇന്തോനേഷ്യൻ സർക്കാർ ഈ പരമോന്നത ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിക്കുന്നത്. പെട്രോളിൽ 25% എഥനോൾ കലർത്തി ഇന്ധനം അവതരിപ്പിക്കുന്നതിനുള്ള നീക്കം കേന്ദ്ര സർക്കാർ വൈകിപ്പിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ. വാഹന നിർമ്മാതാക്കൾക്കടക്കം തയ്യാറെടുപ്പ് നടത്താൻ കൂടുതൽ സമയം നൽകുന്നതിന് വേണ്ടിയാണ് ഇത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ധനത്തിലെ എഥനോളിന്റെ അളവ് ധൃതി പിടിച്ച് ഇനിയും വർദ്ധിപ്പിക്കുന്നത് വാഹന ഉടമകൾക്കിടയിൽ ആശങ്ക സൃഷ്ടിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 75% പെട്രോളും 25% എഥനോളും അടങ്ങിയ E25 ഇന്ധനം ഘട്ടം ഘട്ടമായി അവതരിപ്പിക്കാനാണ് കേന്ദ്രം ഒരുങ്ങുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ E25 പുറത്തിറക്കുന്നതിനുള്ള ഔദ്യോഗിക സമയക്രമം കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാലും പെട്രോളിൽ എഥനോൾ കലർത്തിയ നടപടി E20ക്ക് അപ്പുറത്തേക്ക് പോകുമെന്നാണ് നിലവിലെ സൂചനകൾ. ഇത് സംബന്ധിച്ച 2 നയപരമായ തീരുമാനങ്ങൾ അടുത്തിടെ കേന്ദ്രം എടുത്തിരുന്നു. 22-30% എഥനോൾ അടങ്ങിയ പെട്രോളിന് എക്സൈസ് തീരുവ ഒഴിവാക്കുകയും ഇത്തരം ഇന്ധന മിശ്രിതങ്ങൾക്കുള്ള മാനദണ്ഡങ്ങൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വിജ്ഞാപനം ചെയ്യുകയും ചെയ്തിരുന്നു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടി സർക്കാർ ചെലവിട്ടത് 3764.54 കോടി രൂപയെന്ന് മുഖ്യമന്ത്രി. നിയമസഭയിൽ പ്രതിപക്ഷ MLA-മാരുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് ചെലവ് തുക വിശദീകരിക്കുന്നത്. സർക്കാർ 5370 കോടി രൂപ ചെലവാക്കിയെന്ന് പ്രതിപക്ഷം അവകാശപ്പെടുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മറുപടി എന്നത് ശ്രദ്ധേയമാണ്. ഒന്നാം ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ 817.80 കോടി രൂപയും അദാനി ഗ്രൂപ്പ് 2454 കോടിയും ചെലവ് ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ വിശദീകരിച്ചു. അദാനി ഗ്രൂപ്പിന്റെ ഓഹരി കൈമാറ്റം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നതിനിടെയാണ് സർക്കാർ ചെലവിട്ട തുക മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാന സർക്കാരും കേന്ദ്രവും ചേർന്ന് 5370 കോടി രൂപ ചെലവിട്ടെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വാദം. ഇതിനിടയിലാണ് കണക്കുകളിലുള്ള അന്തരം മുഖ്യമന്ത്രി പുറത്തുവിട്ടിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലെ 5.04% വരെ ഓഹരി ഓഫർ ഫോർ സെയിലിൽ വഴി വിൽക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഓഹരിക്ക് 1400 രൂപ എന്നാണ് ഫ്ലോർ പ്രൈസ്. ഇത് മുൻ ക്ലോസിംഗ് വിലയേക്കാൾ ഏകദേശം 7% ഡിസ്കൗണ്ടിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ജൂലൈ 7-ന് സംസ്ഥാന സ്ഥാപന നിക്ഷേപകർക്കായി ഓഫർ ഫോർ സെയിൽ തുറന്നപ്പോൾ ജൂലൈ 8-ന് റീറ്റെയിൽ നിക്ഷേപകർക്കും പങ്കെടുക്കാം. അടിസ്ഥാന ഓഫറിനൊപ്പം ആവശ്യമായാൽ അധിക ഓഹരികളും വിൽക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. മുഴുവൻ ഓഫറും സബ്സ്ക്രൈബ് ചെയ്താൽ സർക്കാരിന്റെ ഓഹരി വിഹിതം കുറയുമെങ്കിലും കമ്പനിയിലെ ഭൂരിപക്ഷ നിയന്ത്രണം തുടരും. OFS പ്രഖ്യാപനത്തിന് പിന്നാലെ വിപണിയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരിക്ക് സമ്മർദ്ദമുണ്ടായി. ഓഹരി വില ഏകദേശം 4% വരെ ഇടിഞ്ഞു. വർദ്ധിച്ച ഓഹരി ലഭ്യതയും ഡിസ്കൗണ്ട് വിലയിലുള്ള വിൽപ്പനയുമാണ് നിക്ഷേപകരുടെ പ്രതികരണത്തിന് പ്രധാന കാരണം. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ ഇസ്ലാമാബാദ് അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല ഉടമ്പടി നിർത്തിവച്ചിരിക്കുമെന്ന് ഇന്ത്യ ആവർത്തിച്ചതിന് പിന്നാലെ ഭീഷണിയുമായി പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രിയും പീപ്പിൾസ് പാർട്ടി അധ്യക്ഷനുമായ ബിലാവൽ ഭൂട്ടോ സർദാരി. വെള്ളത്തെ ഒരു ആയുധമാക്കാൻ ഇന്ത്യ ശ്രമിച്ചാൽ എല്ലാ തലത്തിലും യുദ്ധം ചെയ്യാൻ പാകിസ്ഥാൻ സജ്ജമാണ് എന്നാണ് ബിലാവൽ ഭൂട്ടോയുടെ ഭീഷണി. പാകിസ്ഥാനിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ സിന്ധു നദിയിലെ ജലം ആയുധമാക്കാൻ ശ്രമിക്കുകയാണെന്ന് ബിലാൽ ആരോപിച്ചു. നദിയുടെ മേലുള്ള അവകാശങ്ങളിൽ പാകിസ്ഥാൻ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും ബിലാവൽ പറഞ്ഞു. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് പാകിസ്ഥാൻ തുടർച്ചയായി പിന്തുണ നൽകുന്നതിനാൽ സിന്ധു നദീജല ഉടമ്പടി നിർത്തിവയ്ക്കുന്നു എന്ന് വിദേശകാര്യ
വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞിരുന്നു. ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് 1960-ലെ ചരിത്രപരമായ സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരവാദം പാകിസ്ഥാൻ അവസാനിപ്പിക്കാതെ കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യക്തമാക്കിയിരുന്നു. സിന്ധു നദീതട വ്യവസ്ഥയിലെ ജലം പാകിസ്ഥാനിലെ 80% കൃഷിഭൂമിയെയും ആശ്രയിച്ചു നിൽക്കുന്നതിനാൽ ഇത് തങ്ങളുടെ അതിജീവനത്തിന്റെ പ്രശ്നമാണെന്ന് പാകിസ്ഥാൻ വാദിക്കുന്നു. ഇന്ത്യ ഏകപക്ഷീയമായി കരാർ നിർത്തിവെച്ചത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്നാണ് ബിലാവൽ ഭൂട്ടോയുടെ ആക്ഷേപം. ഇതോടെ 1 മണി വാർത്ത ഇവിടെ സമാപിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സ് കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.